ഹലോ ഗൈസ്, എന്താ എല്ലാവരും വിശേഷം? സുഖല്ലേ? കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും കാലം. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് എന്താ പറയുക പറയേണ്ടി വരികയാണ്. UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗും അതുപോലെ കോൺഗ്രസും തന്നെയാണ് അതിൽ മെയിൻ കക്ഷികൾ. അപ്പോൾ ഇതിൽ രണ്ടിലും ഇപ്പോൾ കണ്ണൂരത്തെ കാര്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ വാശി പിടിക്കേണ്ട ആവശ്യമൊക്കെ എന്താണ്? സുധാകരൻ സംഭവം കണ്ണൂരിലെ മെയിൻ നേതാവാണ്, സംഭവം കോൺഗ്രസിനെ പടുത്തുയർത്തിയ നേതാവാണ്, എല്ലാം ശരിയാണ്. ഇപ്പോൾ ഒരു MP സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് സത്യത്തിൽ അദ്ദേഹം അതിനെ തുടർന്ന് പോവുകയാണ് വേണ്ടിയിരുന്നത്. അതല്ലാതെ വീണ്ടും പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കി ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് സ്വയം എന്താ പറയുക കുഴി തോണ്ടുക എന്നൊക്കെ പറയില്ല, ആ സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറേ അണികളുണ്ടോ അതിൻ്റെ കൂടെ എന്നുള്ളതാണ് വളരെയധികം. അല്ലെങ്കിൽ ആ അണികൾ ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയാലും വേണ്ടിയിരുന്നു. അണികൾ അദ്ദേഹം എന്താ പറയുന്നത്, അതിന് ആലാട്ടി കുറേ ആളുകൾ, അതിന് പിന്നാലെ കൂടാൻ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, ഈ അവസാന നിമിഷം കടം മുടക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ UDFൻ്റെ ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സങ്കടകരമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ മുസ്ലിം ലീഗിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുനീർ സാഹിബിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക, അപ്പോൾ കോഴിക്കോട് സൗത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. പക്ഷേ അതും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രോഗം കൊണ്ട് അദ്ദേഹം അവശയായ ഒരു മനുഷ്യനെ വീണ്ടും അദ്ദേഹം ഒരു MLA അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെയധികം തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു തീരുമാനമുണ്ട്. ആ ഒരു തീരുമാനവും വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും സമയമുണ്ട്. മാറി ചിന്തിക്കേണ്ട ടൈമൊക്കെ തന്നെയാണ് ഇപ്പോഴും. അണികളുടെ ഒരു വികാരം മനസ്സിലാക്കാൻ പോലും ഇവർ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അണികളെന്നല്ല പൊതുജനങ്ങൾ. അണികൾ ഒരുപാട് ആളുകൾ, അവർക്ക് എന്താ പറയുക പാട്ടും പാടി നടക്കുന്ന ആളുകളുണ്ടാകും. അവരല്ല, പൊതുജനത്തിൻ്റെ ഒരു വികാരം മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടകരമാണ് കേട്ടോ. എന്തായാലും ഇപ്പം ഇത്തരത്തിലാണെങ്കിൽ എന്താ പറയുക, UDFന് ഒരിക്കലും അധികാരം കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനിയിപ്പോൾ നമ്മൾ MP സ്ഥാനം ഇനി ബൈ ചാൻസ് MLA ആയിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ വേറെ തെരഞ്ഞെടുപ്പ് നടക്കണം, ബൈ ഇലക്ഷൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതിനും വലിയൊരു ഫണ്ട് ആവശ്യമാണ്, അതിന് തെരഞ്ഞെടുപ്പിന് ഫണ്ട് ആവശ്യമുണ്ട്. അതൊക്കെ അവർ സ്വയം ഏൽക്കുമെന്നല്ല, നേതാക്കന്മാരൊന്നല്ല കൊടുക്കുന്നത്, അത് നമ്മളിൽ നിന്ന് പിരിച്ച നികുതി പണത്തിൽ നിന്നാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അത്തരത്തിൽ MP മാരൊക്കെ നിർത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരെ അടപടൽ മൂഞ്ചിക്കുക, അവരെ വീട്ടിലിരുത്തുക. അത്ര ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്, ആര് MP സ്ഥാനം MP മാരെ എന്താ പറയുക, ഇപ്പോൾ MLA ആയി മത്സരിക്കാൻ വരികയാണെങ്കിൽ അവരെ തോൽപ്പിക്കുക, അവരെ തോൽപ്പിച്ച് കുടിയിരുത്തുക. അതിന് അത്രേ പറയാനുള്ളൂ. എന്താ നിങ്ങളൊക്കെ അഭിപ്രായം എന്ന് പറയട്ടോ. ഓക്കെ, ബൈ.